ഈ സെപ്റ്റോ, ഇൻസ്റ്റാമാർട്ടൊക്കെ ആർക്കും ഉപകാരം ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് നല്ലോണം ഉപകാരം ഉണ്ടായിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ ഓരോ സാധനങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് വാങ്ങിത്തരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ കിട്ടീന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ മതി ട്ടോ. അപ്പോൾ എന്തായാലും ഇതുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. രാവിലെ എണീറ്റ് വന്ന് നോക്കിയതും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഐറ്റവും ഇല്ല ട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് മാവും അതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാധാരണ എല്ലാം ചട്നിയും സാമ്പാറെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറൻ്റ് ആയിട്ട് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നോർമലി എൻ്റെ അമ്മ ഒരു തക്കാളിയും പൊട്ടുക്കടലയൊക്കെ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കും ട്ടോ. അപ്പോൾ ആ ഒരു കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ രാവിലെ ചൂടോടെ ഇഡ്ഡലിയും ആ ഒരു കറിയും കൂടി കഴിക്കുകയാണെങ്കിൽ ഒരു ഇഡ്ഡലി കഴിക്കുന്ന ആൾ തന്നെ ചിലപ്പോൾ 2, 3 എണ്ണം കഴിച്ചു പോകും ട്ടോ. നോർമലി എൻ്റെ മോൻ 2 ഇഡ്ഡലി കഴിക്കുന്ന ആളാണ്. ഇന്ന് 4 ഇഡ്ഡലിയാണ് കഴിച്ചത് ആ ഒരു കറി കാരണം മാത്രം. അപ്പോൾ രാവിലെ ഞാൻ എനിക്ക് മുട്ടയും കൂടി വേവിച്ചിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ചീര വാങ്ങിയിരുന്നു ട്ടോ. അപ്പോൾ ചീര വെറുതെ കടയാന്ന് പറഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി വെറുതെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് കടഞ്ഞെടുത്തിട്ട് താളിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് വെക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പപ്പടും സോയാബീൻസ് ചെറുതായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെച്ചിരുന്നേ. അതും കൂട്ടിയിട്ട് അങ്ങനെ ലഞ്ച് കഴിച്ചിരുന്നു. പിന്നെ ഡിന്നറിനായിട്ട് വാട്ടർമെലൺ കഴിച്ചിട്ട് ആ ഒരു ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു.